കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 15 വർഷത്തോളമായിട്ട് ആഗ്രഹിച്ചിട്ട് ഈ വർഷമാണ് എനിക്ക് തൊഴാനുള്ള ഭാഗ്യം കിട്ടിയത്, അവിടെ വരെ എത്താനുള്ള ഭാഗ്യം പോലും കിട്ടിയത്. അതങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ ഭഗവാൻ നമ്മളെ അവിടെ എത്താനായിട്ട് അനുവദിക്കുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കേട്ടോ ഞാൻ പോയത്. ജൂൺ 6-ാം തീയതിയാണ് കൊട്ടിയൂർ തൊഴാനായിട്ട് ഞാൻ പോയത്. വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അന്ന്. പക്ഷെ ചെറുതായിട്ട് പെയ്യുന്ന ചാറ്റൽ മഴ കൊണ്ടിട്ടാണ് അന്ന് ഭഗവാനെ തൊഴാനായിട്ട് അവസരം കിട്ടിയത്. ഇതുപോലുള്ള വലിയ കാടുകളാണ് കേട്ടോ ചുറ്റുമുള്ളത്. ആ കാടിന് നടുക്കാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ തന്നെ കാണാം അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോപുരവാതിലും അതിന് എതിർവശത്തായിട്ട് ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോപുരവാതിലും കാണാം. നമ്മൾ ആദ്യം ദർശനം ചെയ്യേണ്ടത് അക്കരെ കൊട്ടിയൂരിലാണ്. അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ ഇക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താൻ പാടുള്ളൂ. ബാവലിപ്പുഴ കടന്ന് അക്കരെ എത്തിയിട്ട് ഞങ്ങളിപ്പോൾ അക്കരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ അക്കരയിൽ നിന്ന് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടാണ്. കലക്കലില്ലാത്ത ഭാഗം നോക്കി പോയിട്ട് മുങ്ങി കുളിച്ച് കല്ല് പെറുക്കിയെടുത്ത് അത് ഉരച്ച ചന്ദനമുണ്ടാക്കി നെറ്റിയിൽ തൊട്ടതിന് ശേഷം ഭഗവാനെ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പലതരത്തിലുള്ള കല്ലുകൾ ഉരച്ച് നോക്കിയപ്പോൾ പല നിറത്തിലുള്ള ചന്ദനമാണ് കേട്ടോ കിട്ടിയത്. ആദ്യം ഭസ്മമാണ് കിട്ടിയത്. ഈ കല്ലുരച്ചപ്പോൾ ഭസ്മമാണ് കിട്ടിയത്. എന്നിട്ട് ഞങ്ങളത് തൊട്ടു. അതിനുശേഷം വേറൊരു കല്ലെടുത്ത് ഉരച്ച് നോക്കിയപ്പോൾ ചന്ദനം കിട്ടി. ചന്ദന നിറത്തിലുള്ള ചന്ദനം കിട്ടി. പിന്നെ ഒരു കുങ്കുമത്തിൻ്റെ കളറോടുകൂടിയ ഒരു ചന്ദനം കിട്ടി കേട്ടോ. 3 തരത്തിലുള്ള കല്ലുകൾ ഉരച്ച് നോക്കിയപ്പോൾ 3 തരത്തിലുള്ള ചന്ദനമാണ് കിട്ടിയത്. അപ്പോൾ വളരെയധികം സന്തോഷം കേട്ടോ. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ ആരാണ്, ഭഗവത് സന്നിധിയിലാണ്, ആ ഒരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഇതാകണ്ടോ, ഇപ്പോൾ ഇത് ചന്ദന നിറത്തിലുള്ളത് കിട്ടിയേക്കണേ. നല്ല തിരക്കായിരുന്നു കേട്ടോ. കന്നഡക്കാരുടെ ഭയങ്കര ബഹളം. ഞങ്ങൾ പോയത് ജൂൺ 6-ാം തീയതി ആയിരുന്നു കേട്ടോ. വലിയ തിരക്കായിരുന്നു അന്ന്. അതൊരു ഞായറാഴ്ച കൂടിയായിരുന്നു. അപ്പോൾ ഒട്ടും സ്ഥലമില്ല നിൽക്കാനായിട്ട്. ഞങ്ങൾ തിരക്കി അതിനിടയിലൂടെ പോയിട്ട് കണ്ട് ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങി പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടന്നു പോവുകയല്ല, നമ്മളെ എല്ലാവരും ചേർന്ന് തള്ളി കൊണ്ടുപോവുകയാണ്. തിരക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഭഗവാനെ കാണാനായിട്ട് അത്രയേറെ ആഗ്രഹിച്ച് വരുന്ന ആളുകളുടെ തിരക്കാണ് നമ്മളവിടെ കാണുന്നത്. മലയാളികളെക്കാൾ കൂടുതലായിട്ട് കന്നഡക്കാരാണ് കൂടുതലുള്ളത് എന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രശ്നമല്ല, അത് അവരുടെ ഭക്തിയും വിശ്വാസവും എല്ലാമാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ്ടോ എന്തോരു സന്തോഷമായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ ആ സമയത്തൊക്കെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നനഞ്ഞ ഇറനോടെ വേണം ഭഗവാനെയും ദേവിയെയും തൊഴേണ്ടത് എന്നാണ് വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുഴയിൽ മുങ്ങിയതിന് ശേഷം തൊഴാനായിട്ട് പോകുന്നത്. പക്ഷെ മുങ്ങി എങ്കിലും മഴയും കൂടെ നനഞ്ഞിട്ടാണ് തൊഴുതത്. ഇതാണ് മണിത്തറ എന്ന് പറയുന്നത് കേട്ടോ. ഭഗവാൻ കൊടികൊള്ളുന്ന ഇടമാണ് ഈ മണിത്തറ. ഇതിനടുത്തേക്ക് എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു കേട്ടോ. കണ്ടോ, ഇതാണ് മണിത്തറ എന്ന് പറയുന്നത്. ഭഗവാൻ ഇവിടെയാണ് കൊടികൊള്ളുന്നത്. ഈ കാണുന്ന ഓലക്കുട കണ്ടോ, അവിടെയാണ് അമ്മാറക്കൽ തറ എന്ന് പറയുന്നത്. അവിടെയാണ് ഭഗവതി കുടികൊള്ളുന്നത്. ഞങ്ങൾ ഈ ചെന്ന സമയത്ത് ശീവേലി നടക്കുകയായിരുന്നു കേട്ടോ. ആ ശീവേലി കാണാനുള്ള, ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊട്ടിയൂരമ്പലത്തിൽ പോയിരിക്കുന്നത്. പക്ഷെ ആ ആദ്യത്തെ കാഴ്ചയിൽ ചെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ശീവേലി എഴുന്നള്ളത്താണ് കേട്ടോ കണ്ടത്. 2 ആനകളുടെ പുറത്ത് ദേവിയും ഭഗവാനും മുന്നിലും പിന്നിലും ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഞങ്ങൾ കണ്ടത്. ആ സമയത്ത് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയുണ്ടായിരുന്നു. കൂടാതെ നല്ല തിരക്കുമാണ് കേട്ടോ. അത് തിരക്കൊക്കെ ഒന്ന് മാറി മഴയൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത് തന്നെ കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അമ്മാറക്കൽ തറ എന്ന് പറയുന്നത്. ഇവിടെയാണ് ദേവി കുടികൊള്ളുന്നു എന്ന് പറയുന്നത്. ഈ തറയുടെ സമീപത്തായിട്ട് കുറേ നേരം നിൽക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി. വളരെയധികം സന്തോഷം. അങ്ങനെയൊരു കാഴ്ച ഈ വർഷമെങ്കിലും ഇങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്നും പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ സാധിക്കാറില്ല കേട്ടോ. ഈ വർഷം അത് സഫലമായി. വീടുകളില്ലാത്തവരും വീട് പണി പൂർത്തിയാക്കാത്തവരും ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ ഇതുപോലെ കല്ലുകൾ, വീടുകൾ പോലെ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത ദർശന സമയമാകുമ്പോഴേക്കും അവർക്ക് വീടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഈ കാണുന്നതാണ് കേട്ടോ ഇക്കരെ കൊട്ടിയൂർ അമ്പലം. അക്കരെ കൊട്ടിയൂരിൽ തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് ഇക്കരെ കൊട്ടിയൂരിൽ തൊഴേണ്ടത്. അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂർ അമ്പലം അടച്ചിട്ടിരിക്കുകയായിരിക്കും.
ഓടപ്പൂവ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പൂവ്. ഇത് യഥാർത്ഥത്തിൽ പൂവല്ല, ഈ മുളകളുടെ വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ചെടി സംസ്കരിച്ചെടുത്തുണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഓടപ്പൂവ്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിടുകയാണെങ്കിൽ ഐശ്വര്യദായകമാണ് എന്ന് പറയപ്പെടും.